അത് നന്നായി. അവനതിന്റെ നല്ല കുറവുണ്ട്. അല്ല, മഞ്ജു തിരിച്ച് വീട്ടിലെത്തിയൊന്നും ചോദിച്ചില്ലല്ലോ. ചേച്ചി വീട്ടിൽ സുരക്ഷിതയായി എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ മഞ്ജുവിനെ കൊണ്ടുപോയതാരാന്ന് നിനക്കറിയാവോ? ഗോപാലൻ. അല്ലാതെ ആരാ? അയാൾ തന്നെ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത്. എന്റെ കയ്യിൽ നിന്ന് ലെഡ്ജർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് തനതായി കൊടുത്തോ? ചേച്ചിക്ക് വേണ്ടി അത് കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് ദൈവം എന്റെ മുന്നിൽ സഞ്ജുവിനെ എത്തിച്ചു. ഞാനും സൂരജും കൂട്ടുകാരും കൂടി അവനെ അടിച്ചു കൂട്ടി. ചേച്ചി വിട്ടില്ലെങ്കിൽ സഞ്ജുവിനെ തീർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഭാഗ്യത്തിന് ഗോപാലൻ പേടിച്ചു. ഹോ, സഞ്ജുവിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. എടോ, താൻ ഇത്രയൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടാണല്ലേ വരുന്നത്? പിന്നല്ലാതെ. അമ്മയോ? ആ, തന്നെ കുറെ നേരം കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചുകൊണ്ടുപോയി കിടത്തിയ. അല്ല, താനെപ്പോലെ എഡ്ജറ മഞ്ജുവിന് കൊടുക്കുന്നില്ലേ? മഞ്ജു, മഞ്ജു, താനെന്താടോ ആലോചിക്കുന്നേ? ലെഡ്ജർ ഞാൻ ചേച്ചിക്ക് കൊടുക്കുന്നില്ല. അല്ല, അതെന്ത് പറ്റി? ചേച്ചിയെ കൊണ്ടൊന്ന് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇപ്പോഴും ഗിരിയേട്ടനോട് വളരെ സ്നേഹത്തിൽ തന്നെയാ. ഗിരിയേട്ടൻ വിചാരിച്ച എളുപ്പത്തിൽ ചേച്ചി സ്വാധീനിച്ച് ഈ ലെഡ്ജർ കൈക്കലാക്കാം. അങ്ങനെ സംഭവിച്ച ഞാനും കൂട്ടുകാരും ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. എടോ, ആ ലെഡ്ജർ വെച്ച് താൻ എന്ത് ചെയ്യാനാ? എന്റെ മനസ്സിൽ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ തനിക്ക് കൂട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൂടി വാദിക്കേണ്ടി വരും.